വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഒരു പച്ചക്കറി ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പപ്പായ വെച്ചിട്ട് ഒരു പപ്പായ ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മണ്ഡല മാസമല്ലേ, എല്ലാവർക്കും പച്ചക്കറികൾ തന്നെയല്ലേ കഴിക്കുക. അപ്പോൾ അതിലേക്ക് അത് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ പപ്പായ നമുക്കൊരു കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പപ്പായ ഒന്ന് മുറിച്ച് നോക്കാം. അത് മുറിച്ച് അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ മാറ്റി പിന്നെ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക്. അത് ഒരുവിധം ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ പകുതി എടുക്കണുള്ളൂ. നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുക്കാം. ഒന്ന് ഇങ്ങനെ ചെനച്ച പോലെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പപ്പായല്ലേ, പച്ച പപ്പായ എടുത്താൽ മതി. എനിക്കിപ്പോൾ അത് കിട്ടിയപ്പോൾ അത് ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചപ്പോൾ അതൊന്ന് ഇതായി ചെനച്ച് വന്നു. അപ്പോൾ ഒരു ഇളം മധുരം ഉണ്ടാവും കറിക്ക്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ മധുരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പേരി അങ്ങനെ അതൊക്കെ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് ഞങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞു. ഇനി നല്ലോണം വൃത്തിയാക്കി തോലൊക്കെ ചെത്തി കഷ്ണാക്കി എടുക്കാം. തോല് ചെത്തിയപ്പോൾ ഇവിടേക്കൊന്നും അധികം പഴുത്തിട്ടില്ല. അപ്പോൾ അതേപോലെ നമുക്കിങ്ങനെ തോലൊക്കെ ചെത്തി കഷ്ണാക്കിയിട്ട് എടുക്കാം. നല്ലോണം കഴുകണം. അതിനൊരു തരം പശ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലോണം കഴുകണം കേട്ടോ. നമ്മൾ പപ്പായ ഇങ്ങനെ വലിയ കഷ്ണാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ കഷ്ണാക്കി നുറുക്കിയെടുക്കുക. നമ്മൾ ഈ പപ്പായ അത് ഇളം മധുരവും ഉണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നമുക്കിത്. ഇത് ഒരു 5 മിനിറ്റ് ആയിട്ട്, ഒരു 5 മിനിറ്റ് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു പിടി നാളികേരമുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ പപ്പായ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലോണം ഒന്ന് ചുവക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിതിലേക്ക് പെരിഞ്ജീരകം, ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് വറുത്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഓഫാക്കി ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ കറി എന്തിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. മുളക് ഫ്ലെയിം നല്ലോണം ലോലാക്കിയിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. അതുപോലെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നല്ലോണം അതേപോലെ വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് നല്ലോണം ഒന്ന് ആ പൊടിയുടെ ഒക്കെ മണം ഒന്ന് മാറണ വരെ നമുക്ക് വാട്ടിയെടുക്കാം.
ഇനി നമ്മളതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം വാട്ടി ആ തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞ് ചേർത്തിയെടുക്കണം. ഒന്ന് മൂടി വെച്ച് വേവിച്ചാലും മതി. നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് നോക്കാം. നമ്മളതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ തന്നെ ഒരുവിധം നമ്മൾ മൂടി വെച്ചതുകൊണ്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി വേവിച്ചെടുക്കാം. തക്കാളിയും പൊടിയുടെ മണവും ഒക്കെ പൊടിയുടെ മണം മാറിയിട്ടുണ്ട്. തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്, നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് വറുത്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മസാല ആ പപ്പായയിൽ നല്ലോണം പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളൊരു 5 മിനിറ്റ് വാട്ടിയിട്ടേ ഉള്ളൂ. എന്നാലും പപ്പായ ഒന്നും കൂടി വെന്തോട്ടെ. കുറച്ചും കൂടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ മസാലയോട് കൂടി ചേർന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചാറൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കഷ്ണമൊക്കെ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിൽ കുറച്ച് ആ മസാല വാട്ടുമ്പോൾ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ആ പപ്പായയ്ക്കൊക്കെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ചില്ലേ, നാളികേരമൊക്കെ വറുത്ത് അരച്ച് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എത്ര കൊണ്ട് ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പപ്പായ വേവിക്കാനും നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പപ്പായ ഒന്ന് വേവിക്കണം. ഇപ്പോഴും നമ്മൾ അരപ്പിൻ്റെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അതിന് മുമ്പ് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴറ്റുമ്പോൾ ഇടുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്താൽ വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മളിത് നല്ലോണം എത്ര കൊണ്ട് ചാറ് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് മതി, ഇത് പാകമാണ്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയോ അല്ലെങ്കിൽ വറുത്തിടുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇത് വറുത്തിടുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് വറുത്തിടാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ പപ്പായ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് പപ്പായ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.